ഹായ് ഹോൾ. നമ്മൾ മുന്നത്തെ വീഡിയോയിലൂടെ ഡ്യൂറേഷൻ ടൈപ്പ് എന്താണെന്ന് പഠിച്ചല്ലേ. നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഡ്യൂറേഷനിൽ നമ്മൾ യൂണിറ്റ്സ് അതുപോലെ യൂണിറ്റ്സ് പെർ ടൈമിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷെഡ്യൂൾ F9 പ്രസ് ചെയ്ത് റീഷെഡ്യൂൾ ചെയ്യണം. എന്തൊരു അപ്ഡേറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഇതുവരെ നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ പ്ലാനിങ് എന്താണ് എന്നുള്ളത്, പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ് നമ്മൾ മൊത്തമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റാസ് കളക്ട് ചെയ്യണം അല്ലേ. നമുക്കിപ്പോൾ ഷെഡ്യൂൾ നമ്മൾ റിസോഴ്സ് അസൈൻ ചെയ്ത് വെച്ചിട്ട് ലേബർ, മെഷീനറി, മെറ്റീരിയൽസ് എല്ലാം ഒരു പ്രോജക്റ്റ് മാനേജർ നമ്മളോട് ആവശ്യപ്പെടുന്ന എന്തായിരിക്കും, നമുക്ക് ഏതെല്ലാം മെറ്റീരിയൽസ് ഏതെല്ലാം ടൈമിൽ വേണം, അതുപോലെ ലേബേഴ്സ് എത്ര വേണം എന്നുള്ളതൊക്കെയാണ്. ഇത്തരത്തിലുള്ള ഡാറ്റാസ് എങ്ങനെ നമ്മൾ ഈ ഒരു പ്രൈമറിയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു റിസോഴ്സ് അസൈൻമെന്റ്, അതല്ല എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം റിസോഴ്സ് അസൈൻമെന്റ് എന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം ഏതെല്ലാമാണ് നമ്മുടെ റിസോഴ്സ്, മെയ്സന്, ഹെൽപ്പർ, പ്ലംബർ എന്നുള്ളതൊക്കെ. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓരോ മെയ്സൺ എന്നുള്ളത് ഏതെല്ലാം ആക്ടിവിറ്റിയിലേക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കതിൽ ഏതാണ് ദിവസം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് ഫ്രൈഡേ 35 hours എന്നാണ് അല്ലേ. അതായത് 35 hours നമുക്ക് മെയ്സന് വേണം. അതുപോലെ ഹെൽപ്പറാണ് എന്നുണ്ടെങ്കിൽ ഫ്രൈഡേ 247 hours എന്നുള്ളത്. നമുക്കിത് ഡേയ്സിൽ, ഇത് ഹവേഴ്സിലാണ് കാണുന്നത്, നമുക്കിത് ഡേയ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ എഡിറ്റിൽ പോവാം. എഡിറ്റിൽ യൂസർ പ്രിഫറൻസ്, ടൈംസ് ആൻഡ് യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് ഹവേഴ്സ് ആണല്ലേ യൂണിറ്റ് ഓഫ് ടൈം എന്നുള്ളത്. ഈ ഒരു ഹവേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഡേയ്സ് എന്നുള്ളതാക്കാം. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ 4D എന്നുള്ളത്, അതായത് 4 മെയ്സന് വേണം ആ ഒരു ദിവസം എന്നുള്ളതാണ്. അതുപോലെ ഹെൽപ്പറാണ് എന്നുണ്ടെങ്കിൽ 25 ഹെൽപ്പർ വേണം എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഡേയ്സും കൂടി ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ വീണ്ടും എടുത്തിൽ യൂസർ പ്രിഫറൻസിൽ പോവാം. ഷോ യൂണിറ്റ് ലേബൽ എന്നുള്ളത് അൺടിക്ക് ചെയ്യാം. അപ്പം നമുക്കിവിടെ കാണാം, ഇപ്പോൾ അവിടെ വെറും നമ്പേഴ്സാണ്, എത്ര നമ്പർ മാൻ പവർ വേണം എന്നുള്ള ഡീറ്റെയിൽസാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു മെയ്സിനെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ എഞ്ചിനീയർ വരെ, നമ്മൾ മാൻ പവർ മാത്രമാണ് എടുക്കുന്നത് ഈ ഒരു ഡാറ്റ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് വേണ്ട മെറ്റീരിയൽസിൻ്റെ എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം Ctrl+C പ്രസ് ചെയ്ത് ഈ ഒരു ഡാറ്റ കോപ്പി ചെയ്യാം. അതിനുശേഷം എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്ത ഡാറ്റാസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് ഒഴിവാക്കാം. നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഐഡിയും അതുപോലെ നമുക്ക് വേണ്ട ഡേയ്സും അവരെ മാൻ പവറിൻ്റെ ഡീറ്റെയിൽസും ഇത്ര മതി. നമുക്ക് ഈ ഒരു ഡാറ്റ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് എക്സലിൽ പല മെത്തേഡുകളുണ്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ സിമ്പിളായിട്ട് നമുക്കൊരു ചാർട്ടായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇൻസേർട്ടിൽ പോവാം. ഇൻസേർട്ടിൽ നമുക്ക് ഇത് കാണാം, ചാർട്ട് എന്നുള്ളത്. ഈ ചാർട്ട്സിൽ നമ്മൾ 2Dയോ 3Dയോ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഇവിടെ 2D ആണ് യൂസ് ചെയ്യുന്നത്. 2Dയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ നമുക്കിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ഡാറ്റ, നമ്മുടെ ചാർട്ട് വരേണ്ടത്. അതിനായിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഡാറ്റ എന്നുള്ളത് എടുക്കുക. അപ്പോൾ നമുക്കൊരു വീണ്ടും ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഡാറ്റ കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇതെല്ലാം സെലക്ട് ചെയ്യുക. നമ്മൾ ആക്ടിവിറ്റി ID മുതൽ ഈ ഒരു എഞ്ചിനീയർ ലാസ്റ്റ് വരെ എടുത്തതിന് ശേഷം നമ്മൾ ഫുൾ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ കാണാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ ചാർട്ടിൽ നമുക്ക് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ചാർട്ടിൽ കാണാം കളർ കോഡ് എന്നുള്ളത്, അതായത് ഈ ഒരു ബ്ലൂ കളറുള്ളത് മെയ്സൺ ആണ്. അതുപോലെ ഹെൽപ്പർ, പ്ലംബർ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ നവംബർ 1 നവംബർ 24 നമുക്ക് വേണ്ട മാൻ പവർ, അതായത് മെയ്സൺ എന്നുള്ളത് ഈ ഒരു 0ക്കും 5നും ഇടക്കാണ്. അതായത് 4 എന്നുള്ളതിൽ നമ്മൾ മൗസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ വാല്യൂ ഇവിടെ കാണാം 4 എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മെറ്റീരിയൽസിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ മെഷീനറീസിൻ്റെയോ ഒക്കെ ചാർട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയും. അതുപോലെ നമുക്ക് ഇനി അടുത്തത് വേണ്ടതാണ് നമ്മുടെ കോസ്റ്റിൻ്റെ ചാർട്ട് എന്നുള്ളത്. ആ ഒരു കോസ്റ്റിൻ്റെ ചാർട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് പ്രൈമറി ഫിസിക്സിൽ വീണ്ടും പോകാം. ഈ മുകളിൽ കാണാം ആക്ടിവിറ്റി യൂസേജ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത്. അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അടിയിലൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ലേബർ യൂണിറ്റ് ആണ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ക്യുമുലേറ്റീവ് ആൻഡ് ടൈം ഇൻ്റർവെൽ എന്നുള്ളത്. നമുക്ക് ഈ ലേബർ യൂണിറ്റ് എന്നുള്ളത് റിമൂവ് ചെയ്തു. ഈ ഒരു ക്യുമുലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു സാറ്റർഡേ എന്നുള്ള ഒരു മാൻ പവർ എത്ര ഉണ്ടോ അതിപ്പോൾ 19 ആണ്. ഇവിടെ സൺഡേയിൽ നമുക്കൊരു 10 ഉണ്ടെന്ന് കരുതുക. സൺഡേയിൽ വരുമ്പോൾ ഈ 19 + 10 29 എന്നായിരിക്കും വരിക. അതുപോലെ മൺഡേയിൽ വരുമ്പോൾ ഈ മൺഡേയിലെ മാൻ പവർ പ്ലസ് ഈ സാറ്റർഡേ സൺഡേയും കൂടി ഈ മൂന്നും ആഡ് ചെയ്തുകൊണ്ടാണ് വരിക. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നതിനാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. ടൈം ഇൻ്റർവെൽ ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്, ഓരോ ദിവസത്തെയും കോസ്റ്റ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ബഡ്ജറ്റഡ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളതാണ്. ബഡ്ജറ്റഡ് ടോട്ടൽ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിത് സൂം ചെയ്ത് നോക്കാം. ഓരോ ദിവസം ആവശ്യമായിട്ടുള്ള ഓരോ ഇതിൻ്റെയും കോസ്റ്റ് നമുക്കിവിടെ കാണാം. നമുക്കിതിൽ ടോട്ടലായിട്ടുള്ള വില്ല പ്രൊജക്റ്റിൻ്റെ കോസ്റ്റാണ് വേണ്ടത്. അതിനായിട്ട് നമ്മളിവിടെ എല്ലാം മിനിമൈസ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കാണാം RS എന്നുള്ളതല്ല, ഇത് റുപ്പീസ് എന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വേണ്ട. അതിനായിട്ടുള്ള എഡിറ്റിൽ യൂസർ പ്രിഫറൻസിൽ പോവാം. കറൻസിയിൽ ഷോ കറൻസി സിമ്പിൾ എന്നുള്ളത് അൺടിക്ക് ചെയ്യുക. RS എന്നുള്ളത് നമുക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് Ctrl+C പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. ഇതിനുശേഷം എക്സൽ എടുത്തതിന് ശേഷം നമ്മൾ Ctrl+V പ്രസ് ചെയ്ത് നമ്മൾ എക്സലിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റാസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. ഇപ്പം നമ്മുടെ ഓരോ ദിവസം വരുന്ന നമ്മുടെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെയിം നമ്മുടെ ചാർട്ടിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ പോവാം. ചാർട്ടിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ഡാറ്റാസ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റ് ID മുതൽ എല്ലാ ഡാറ്റയും സെലക്ട് ചെയ്യുക. നമ്മളെല്ലാ ഡാറ്റയും സെലക്ട് ചെയ്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം ഇതെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് നവംബർ 24 നമുക്ക് വേണ്ട ക്യാഷാണ് നമുക്ക് ഈ ഇതിൽ കാണുന്നത്. അതായത് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ. നമുക്ക് ആ ഒരു മൗസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ കാണാം. ഇത്തരത്തിലാണ് നമുക്ക് ഒരു പ്രോജക്റ്റ് മാനേജർ ഡാറ്റാസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിൻ്റെയും അതുപോലെ ലേബേഴ്സിൻ്റെ, മെറ്റീരിയൽസിൻ്റെ, മെഷീനറിയുടെ എല്ലാം അതും നമുക്ക് ഗ്രാഫിക്കലായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. ഇതിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്.